നറുക്കെടുപ്പിലൂടെ യു.ഡി.എഫിന് ഭരണം ലഭിച്ച മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കായുള്ള വോട്ടെടുപ്പിൽ യു.ഡി.എഫ് എസ്.ഡി.പി.ഐ ധാരണയെന്ന് ആരോപണം. എസ്.ഡി.പി.ഐ അംഗത്തിന്റെ വോട്ട് യു.ഡി.എഫിനും യു.ഡി.എഫിന്റെ വോട്ട് എസ്.ഡി.പി.ഐ അംഗത്തിനും ലഭിച്ചതായാണ് ചർച്ചയായത്. താമരക്കുളത്ത് 18-അംഗ പഞ്ചായത്ത് സമിതിയിൽ യു.ഡി.എഫിനും എൽ.ഡി.എഫിനും 7 അംഗങ്ങൾ വീതമാണുള്ളത്. ബി.ജെ.പിക്ക് 3ഉം എസ്.ഡി.പി.ഐക്ക് 1 അംഗവും ഉണ്ട്. നേരത്തെ നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 7 വോട്ടുകൾ വീതം ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയായിരുന്നു യു.ഡി.എഫിന് ഭരണം ലഭിച്ചത്. തിങ്കളാഴ്ച നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എസ്.ഡി.പി.ഐയുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയതായാണ് ആരോപണം ഉയരുന്നത്. വികസനം, ക്ഷേമകാര്യം എന്നീ കമ്മിറ്റികളിലേക്കുള്ള വനിതാംഗത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് എസ്.ഡി.പി.ഐ അംഗം അഷറഫ് നെടുമ്പർത്തുംപിള്ളയുടെ വോട്ട് യു.ഡി.എഫിന് ലഭിച്ചത്. ഇതോടെ യു.ഡി.എഫിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 8ആയി. വികസനകാര്യ കമ്മിറ്റിയിലേക്കുള്ള മറ്റംഗങ്ങളായി മത്സരിച്ച എൽ.ഡി.എഫ് അംഗത്തിന് 7 വോട്ടും ബി.ജെ.പി അംഗത്തിന് 3 വോട്ടും എസ്.ഡി.പി.ഐ അംഗത്തിനും കോൺഗ്രസിന്റെ മറ്റൊരംഗത്തിന് 4 വോട്ടുകൾ വീതവും ലഭിച്ചു. എസ്.ഡി.പി.ഐ അംഗത്തിന് തന്റെ വോട്ടിനൊപ്പം കോൺഗ്രസിന്റെ 3 വോട്ടുകൾ കൂടി ലഭിച്ചതോടെ 3 വോട്ട് ലഭിച്ച ബി.ജെ.പി അംഗം വികസനകാര്യ കമ്മിറ്റിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പോടെ എസ്.ഡി.പി.ഐ യു.ഡി.എഫ് രഹസ്യധാരണ മറനീക്കി പുറത്തുവന്നതായി എൽ.ഡി.എഫ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ യു.ഡി.എഫുമായി യാതൊരുവിധ ധാരണയുമില്ലെന്നാണ് എസ്.ഡി.പി.ഐ അംഗം അഷറഫ് നെടുമ്പർത്തുംപിള്ള പറയുന്നത്. എന്തായാലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മെമ്പർമാർ അംഗമാവുമല്ലോ, അതാണ് നടന്നിട്ടുള്ളത്. അല്ലാതെ അതിനായിട്ടുള്ള മറ്റുള്ള ധാരണകളൊന്നുമില്ല. കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? ധാരണയൊന്നുമില്ല. പിന്നെ ചെയർമാൻ തിരഞ്ഞെടുപ്പ് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. അംഗങ്ങളെ തിരഞ്ഞെടുത്തതേ ഉള്ളൂ. വാർത്തകൾ അങ്ങനെ എന്താണെന്ന് അറിയില്ല. 8-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവും. ചെയർപേഴ്സൺമാരെ പിന്നീട് തെരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.